ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ സോഴ്സസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ റിഡംഷൻ ബൈ ലംസം മെത്തേഡ്, അത് രണ്ട് രീതിയിൽ നമുക്ക് റിഡീം ചെയ്യാം. ഒന്ന് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, രണ്ടാമത്തെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഔട്ട് ഓഫ് ക്യാപിറ്റൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ് എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തിയറി ഭാഗങ്ങൾ, ഓർത്തിരിക്കേണ്ട തിയറി ഭാഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയും മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയും ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഐ ബട്ടൺ, ഡിസ്ക്രിപ്ഷൻ, എൻ്റെ സ്ക്രീൻ എന്നിവ ശ്രദ്ധിക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടം വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ്. ഇപ്പോൾ പ്രോഫിറ്റിൽ നിന്നോ സർപ്ലസ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ ഡിബഞ്ചറുകൾ റിഡീം ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. വെൻ സഫീഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ദി ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഒരു തുക മാറ്റിവെച്ചുകൊണ്ട്, ആവശ്യത്തിനുള്ള ഒരു തുക പ്രോഫിറ്റിൽ നിന്ന് നീക്കി വെച്ചുകൊണ്ട് റിഡംഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറയുക. സച്ച് റിഡംഷൻ ഈസ് സെഡ് ടു ബി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ദിസ് ഈസ് കോൾഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ബിക്കോസ് ഇറ്റ് റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്. ഇതിനെ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ഒരു വീതം നീക്കി വെച്ചുകൊണ്ട് ഡിബഞ്ചറുകൾ റിഡീം ചെയ്യുമ്പോൾ അതിനുവേണ്ടി തുക ഉപയോഗിക്കുമ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ആ തുക ലഭ്യമല്ലാണ്ട് വരികയാണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ആസ് പെർ സെക്ഷൻ 71(4) ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ദ ന്യൂ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആർ. അപ്പോൾ ഇവിടെ 2013 കമ്പനിയുടെ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് നമ്മൾ റിഡീം ചെയ്യുമ്പോൾ, പ്രോഫിറ്റിൽ നിന്ന് തുക നീക്കി വെച്ചുകൊണ്ട് റിഡീം ചെയ്യുമ്പോൾ ചില പ്രൊവിഷൻസ്, ചില നിയമങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത്, ദ കമ്പനി ഷാൽ ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. കമ്പനി ഒരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു DRR അക്കൗണ്ട് കമ്പനികൾ ക്രിയേറ്റ് ചെയ്യണം, ഇക്വലൻറ്റ് ടു അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചറുകളുടെ ഫേസ് വാല്യൂവിൻ്റെ 25% മിനിമം തുകയ്ക്കുള്ള ഒരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് കമ്പനികൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയുടെ ഡിബഞ്ചറുകളാണ് നമുക്ക് റിഡീം ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ 25%, 25,000 രൂപയ്ക്കെങ്കിലും ഉള്ള ഒരു ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കരുതൽ ധനം അത് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ബിഫോർ ദി ഡിബഞ്ചർ റിഡംഷൻ കമൻസസ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു DRR ഫണ്ട്, ആ നോമിനൽ വാല്യൂവിൻ്റെ മിനിമം 25% ഉള്ള ഒരു DRR ഫണ്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടതാണെന്ന് ഒന്നാമത്തെ പോയിന്റ് പറയുക. രണ്ടാമത്തെ പോയിന്റ് നോക്കുക, ഇത് എബൌട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ DRRലേക്കുള്ള എമൗണ്ട് ഷാൽ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ബൈ ദ കമ്പനി. ഇപ്പോൾ കമ്പനിയുടെ കൈവശം ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി ലഭ്യമായിട്ടുള്ള ആ പ്രോഫിറ്റിൽ നിന്നായിരിക്കണം ഈ DRR ഫണ്ടിലേക്ക് തുക മാറ്റിവെക്കേണ്ടത്. ദസ് ദ ഡിവിഡൻഡ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ബിക്കോസ് ഓഫ് പ്രോഫിറ്റ്സ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡംഷന് വേണ്ടി ഈ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഡിവിഡൻഡിന് വേണ്ടി നീക്കിവെക്കുന്ന തുക കുറയുന്നു. അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കുക, എവറി കമ്പനി റിക്വയർഡ് ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അപ്പോൾ DRR ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പനികളും, എവറി കമ്പനി റിക്വയർഡ് ടു ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഷാൽ ഓൺ ഓർ ബിഫോർ ദി 30th day ഓഫ് ഏപ്രിൽ ഇൻ ഈച്ച് ഇയർ. അപ്പോൾ എല്ലാ വർഷവും ഏപ്രിൽ 30 അതിനു മുമ്പോ കമ്പനി ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇൻവെസ്റ്റ് ഓർ ഡിപ്പോസിറ്റ് സം, ഒരു തുക ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്നും, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ട കമ്പനികൾ ഒരു തുക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കമ്പനി തുക ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സം വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 15% ഓഫ് ദി എമൗണ്ട് ഓഫ് ഇറ്റ്സ് ഡിബഞ്ചേഴ്സ് മച്ചുറിംഗ് ഡ്യൂറിംഗ് ദി ഇയർ എൻഡിങ് ഓൺ 31st March ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് വരുന്ന 31st March മുമ്പ്, അടുത്ത വർഷം 31st March മുമ്പ്, ഒരു വർഷം പൂർത്തിയാകുന്ന ആ ഒരു ഡേറ്റ് 31st March മുമ്പ് തന്നെ അത് മച്ചുറാകുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ കുറഞ്ഞത് 15%
മച്ചറാകുന്ന രീതിയിൽ, എപ്പോഴാണ് മച്ചറാകുന്നത്? ഒരു വർഷത്തിന് ശേഷം 31 മാർച്ച് നെക്സ്റ്റ് ഇയർ, ഈ ഒരു വർഷത്തിന് 31 മാർച്ചിന് മുമ്പ് 15% മച്ചറാവുന്ന രീതിയിൽ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റെഡീം ചെയ്ത് തിരികെ വാങ്ങിച്ച് അതിൻ്റെ ലാഭം ഉണ്ടെങ്കിൽ ലാഭവും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം വാങ്ങിക്കുന്ന രീതിയിൽ വേണം അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുക. അപ്പോൾ ഈ പോയിന്റെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ജേണൽ എൻട്രി എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലപ്പോഴും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നാലാമത്തെ പോയിന്റ്, ഇൻ കേസ് ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, നമുക്ക് ഡിബഞ്ചറുകൾ മറ്റ് ഇക്വിറ്റി ഷെയറുകളായിട്ടോ മറ്റോ കൺവേർട്ട് ചെയ്യാവുന്ന ഡിബഞ്ചറുകൾ ഉണ്ടെങ്കിൽ, അതായത് ഭാഗികമായിട്ട് കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഷാൽ ബി ക്രിയേറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ്, ക്രിയേറ്റഡ് കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്, ക്രിയേറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെ ഡിബഞ്ചറുകളുടെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത, അതായത് തുക ഒരു ക്യാഷായിട്ട് തന്നെ നമ്മൾ തിരികെ കൊടുക്കേണ്ട ഡിബഞ്ചറുകൾക്ക് വേണ്ടി മാത്രം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്താൽ മതി. കാരണം 1,00,000 രൂപയുടെ ഡിബഞ്ചറുകൾ ഉണ്ടെങ്കിൽ അതിലെ 50% ഡിബഞ്ചറുകൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് തുക മുടക്കേണ്ടി വരുന്നില്ല. ബാക്കിയുള്ള 50%, അതായത് നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ മാത്രം നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് തുക നീക്കി വെച്ചാൽ മതി എന്നാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ദി എമൗണ്ട് ക്രെഡിറ്റഡ് ടു ദി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഷാൽ നോട്ട് ബി യൂട്ടിലൈസ്ഡ് വിത്ത് ദ കമ്പനി ഫോർ എനി പർപ്പസ് അതർ ദാൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നീക്കി വയ്ക്കുന്ന തുക അത് മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും കമ്പനി ഉപയോഗിക്കാൻ പാടില്ല. റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ തുക ഉപയോഗിക്കാവുള്ളൂ എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി നമുക്ക് ഡിബഞ്ചറിൻ്റെ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെബി നൽകുന്ന ചില ഗൈഡ് ലൈൻസ് കൂടെ ഒന്ന് നോക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ. SEBI has provided the following guidelines for redemption of debentures with a view to protect the interest of debenture holders. ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സെബി ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് നൽകുന്നത്. നോക്കുക, ഒന്നാമത്തത്, എവറി കമ്പനി ഷാൽ ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അപ്പോൾ DRR അക്കൗണ്ട് എല്ലാ കമ്പനികളും ക്രിയേറ്റ് ചെയ്യണം. ഇൻ കേസ് ഓഫ് ഡിബഞ്ചേഴ്സ് റെഡീമബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് മോർ ദാൻ 80 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. അതായത് കമ്പനി ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തിട്ട് 18 monthsന് ശേഷമാണ്, 1.5 വർഷത്തിന് ശേഷമാണ് ഈ ഡിബഞ്ചറുകൾ റെഡീം ചെയ്യുന്നതെങ്കിൽ, ഡിബഞ്ചറിൻ്റെ റിഡംഷനുള്ള കാലാവധി എന്ന് പറയുന്നത് 1.5 വർഷത്തിനുള്ളിലാണ് സംഭവിക്കുന്നതെങ്കിൽ 1.5 വർഷത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്, അല്ലേ? മോർ ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് സെബി പറയുക. രണ്ടാമത്തത്, എ കമ്പനി ഷാൽ ക്രിയേറ്റ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇക്വിവലന്റ് ടു അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദി എമൗണ്ട് ഓഫ് ഇഷ്യൂഡ് ഡിബഞ്ചർ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത എമൗണ്ടിൻ്റെ 25% എങ്കിലും ഏറ്റവും കുറഞ്ഞത് DRR അക്കൗണ്ടിലേക്ക് ഡിബഞ്ചറിൻ്റെ റിഡംഷൻ, ഡിബഞ്ചർ തിരികെ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ കമ്പനീസ് ആക്ടിൽ കുറച്ച് മുമ്പ് കണ്ട കാര്യം തന്നെയാണ്. ഇനി ഇത് ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, DRR അക്കൗണ്ടിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ, ഇക്വിറ്റി ഷെയറുകളായിട്ടോ മറ്റോ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചറുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പണം തിരികെ കൊടുക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ആ സമയത്തും അതിൻ്റെ നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലെ പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അതിലെ നോൺ കൺവേർട്ടബിൾ, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത പോർഷന് വേണ്ടിയും നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും കമ്പനി പണം നീക്കി വെക്കേണ്ടതാണ്. ഇനി വിത്ഡ്രോവൽ ഫ്രം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഈസ് പെർമിസിബിൾ ഓൺലി ആഫ്റ്റർ 10% ഓഫ് ദി ഡിബഞ്ചേഴ്സ് ലയബിലിറ്റി ഓഫ് ദി കമ്പനി ഹാസ് ഓൾറെഡി ബീൻ റെഡ്യൂസ്ഡ്. ഇപ്പോൾ ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ നീക്കി വെച്ച ആ തുകയിൽ നിന്ന് പണം പിൻവലിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ 10% ഓഫ് ദി ഡിബഞ്ചേഴ്സ് ലയബിലിറ്റി ഓഫ് കമ്പനി ഹാസ് ഓൾറെഡി ബീൻ റെഡ്യൂസ്ഡ്. അപ്പോൾ അതായത് കമ്പനിയുടെ ഡിബഞ്ചറിന്മേലുള്ള ലയബിലിറ്റിയുടെ 10% കമ്പനി അതിൻ്റെ ലയബിലിറ്റി മീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിഡ്രോവൽ, പണം പിൻവലിക്കൽ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് സെബി പറയുന്ന മറ്റൊരു മാർഗരേഖ. ഇനി സെബി പറയുന്ന അഞ്ചാമത്തെ കാര്യം നോക്കാം. ഇൻ കേസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ്. അപ്പോൾ കമ്പനിയുടെ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നമ്മൾ പറഞ്ഞു അത് ക്യാപിറ്റലിൽ നിന്നും ഉപയോഗിച്ചുകൊണ്ട്, ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടും ഡിബഞ്ചർ റിഡംഷൻ നടത്താം, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നും നീക്കി വയ്ക്കാമെന്ന് പറഞ്ഞു, അല്ലേ? ഇഫ് ഇറ്റ് ഈസ് ഫുള്ളി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ്, പ്രോഫിറ്റിൽ നിന്ന് നീക്കി വെച്ചുകൊണ്ടാണ് ഡിബഞ്ചറിൻ്റെ റിഡംഷൻ പൂർണ്ണമായിട്ടും നടക്കുന്നതെങ്കിൽ 100% ഓഫ് ദി ഫേസ് വാല്യൂ ഓഫ് ഇഷ്യൂഡ് എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഫ്രം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു DRR അക്കൗണ്ട്. ഇവിടെ സെബി പറയുന്നത്
ഇവിടെ പൂർണ്ണമായിട്ടും പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ നടക്കുന്നതെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ തുകയും അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അല്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അത് DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് സെബി പറയുന്ന 5ാമത്തെ മാർഗ്ഗരേഖ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The following journal entries are passed in case of redemption of debentures. For investing the amount so appropriated in the debenture redemption investment. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടിരുന്നു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നടത്തണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തുക നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നീക്കി വെക്കേണ്ടതാണ്, ഡിപ്പോസിറ്റ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 15% ഓഫ് ദി എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ് ബൈ 31st March ഓഫ് ദി നെക്സ്റ്റ് ഇയർ. നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നീക്കി വയ്ക്കുന്ന ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുകയുടെ 15% കുറഞ്ഞത് അടുത്ത മാർച്ച് 31st മുമ്പ് അല്ലേ അതിന് മുമ്പായിട്ട് അത് തിരികെ കിട്ടുന്ന രീതിയിൽ റിഡീം ചെയ്യുന്ന രീതിയിൽ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രിയാണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, നമ്മൾ അതിന് വേണ്ടി ക്യാഷ് നീക്കി വയ്ക്കുന്നു അല്ലേ, ബാങ്ക് വഴി നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കമ്പനിയുടെ റിഡംഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു തുകയിൽ നിന്ന് നമ്മൾ 15% അടുത്ത 31st മാർച്ചിന് മുമ്പായിട്ട് തിരികെ കിട്ടുന്ന രീതിയിൽ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 15% തിരികെ കിട്ടുന്ന രീതിയിൽ 31st മാർച്ചിന് മുമ്പ് തിരികെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അടുത്ത ജേണൽ എൻട്രി ഫോർ റിസീവിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിനുവേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ നമുക്കതിനെ എഴുതേണ്ടതുണ്ട്. അത് എഴുതുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ദി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതിന്മേൽ കിട്ടിയ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നു അല്ലേ. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതുക. ഇത് കമ്പനിയെ സംബന്ധിച്ച് ഒരു ഇൻകമാണ്. അപ്പോൾ ഇൻകം കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ദെൻ അത് ബാങ്കിലേക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നു അല്ലേ, അസറ്റ് വർദ്ധിക്കുന്നു, ബാങ്ക് വർദ്ധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ നമ്മൾ അതിനുള്ള ജേണൽ എൻട്രി കാണിക്കുക. റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ കിട്ടുന്ന ജേണൽ എൻട്രി നമുക്കിവിടെ ഇങ്ങനെ കാണിക്കാവുന്നതാണ്. ദെൻ മൂന്നാമത്തത് ഫോർ റിയലൈസിംഗ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു തുക 15% കുറയാത്തൊരു തുക അടുത്ത മാർച്ച് 31st മുമ്പ് കമ്പനിക്ക് തിരികെ കിട്ടുന്ന രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ തിരികെ കിട്ടുമ്പോൾ ഉള്ള ജേണൽ എൻട്രിയാണ് ഫോർ റിയലൈസിംഗ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എഴുതിയ ജേണൽ എൻട്രിയുടെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള ജേണൽ എൻട്രിയാണ് ഇവിടെ കാണിക്കേണ്ടതല്ലേ. ഇവിടെ നമുക്ക് എമൗണ്ട് കിട്ടുന്നു, അതുകൊണ്ട് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു അസറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് അത്രയും കുറയുന്നു, അതുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. ഇത് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ക്രെഡിറ്റ് കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നമുക്ക് റിഡീം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരികെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കൂടെ കിട്ടുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത തുകയിലേക്കാൾ കൂടുതൽ തുക നമുക്ക് ആ സമയത്ത് വിൽക്കുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് തുക നീക്കി വെക്കേണ്ടതാണ്, അത് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ലാഭം ഉണ്ടെങ്കിൽ മാത്രം എഴുതേണ്ട ഒരു അഡീഷണൽ അക്കൗണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണിക്കേണ്ടതുണ്ട്. എമൗണ്ട് റിയലൈസ്ഡ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ നറേഷനാണ് നമ്മൾ ബ്രാക്കറ്റിൽ കാണിക്കുന്നത്. എമൗണ്ട് റിയലൈസ്ഡ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ വിറ്റു റിയലൈസ് ചെയ്തു. ആൻഡ് ദ പ്രോഫിറ്റ് ഇഫ് ദെയർ ഈസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്കിത് കാണിക്കേണ്ടത്. ട്രാൻസ്ഫേർഡ് ടു DRR അക്കൗണ്ട്, അത് DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഇനി ഫോർ ക്രിയേഷൻ ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ സർപ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സർപ്ലസിൽ നിന്നാണ് തുക നീക്കി വയ്ക്കുന്നത് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. DRR അക്കൗണ്ടിലേക്കാണ് അത് നീക്കി വയ്ക്കുക. അപ്പോൾ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു DRR അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നാണ് സർപ്ലസിൽ നിന്നാണ് നീക്കി വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു DRR അക്കൗണ്ട് എന്ന് നമ്മൾ നറേഷനും കാണിക്കും.
അടുത്തത് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നൽകുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡിബഞ്ചറുകൾ ഡ്യൂ ആവുന്നുണ്ടെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് നമ്മൾ ആദ്യം എഴുതി വെക്കും, ക്യാഷ് കൊടുക്കാനുള്ള സമയമായെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് അതിന് ശേഷവും നമ്മൾ എഴുതും. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. എൻട്രീസ് ഹാവ് ഓൾറെഡി ബീൻ ഗിവൺ എന്ന് മാത്രമേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഓൾ ഡിബഞ്ചേഴ്സ്, ഇപ്പോൾ ഡിബഞ്ചറുകളെല്ലാം റിഡീം ചെയ്തതിന് ശേഷം അതിനുശേഷവും DRR അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഇപ്പോൾ DRR അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നീട് അത് മാറ്റേണ്ടത് എങ്ങോട്ടാണ്? ജനറൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ജനറൽ റിസർവ് അക്കൗണ്ട് എന്നാണ്. ഇപ്പോൾ DRR അക്കൗണ്ട് അറ്റ് ടു GR അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനുള്ള ജേണൽ എൻട്രി എഴുതുന്നു. ബാലൻസ് ഓഫ് DRR അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജേണൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരിക. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇഫ് ദി കമ്പനി ഹാസ് എനി ബാലൻസ് ഇൻ DRR അക്കൗണ്ട് ആൻഡ് ദിസ് ബാലൻസ് ഈസ് നോട്ട് ഈക്വൽ ടു 25% ഓഫ് ദി നോമിനൽ വാല്യൂ ഓഫ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് then only the balance to make 25% should be transferred to DRR അക്കൗണ്ട് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ കമ്പനിക്ക് DRR അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ, DRR അക്കൗണ്ടിൽ ഓൾറെഡി പണം ഉണ്ടെങ്കിൽ, നമ്മൾ ബാലൻസ് ഈസ് നോട്ട് ഈക്വൽ ടു 25% ഓഫ് ദി നോമിനൽ വാല്യൂ ഓഫ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഈ ബാലൻസ് എന്ന് പറയുന്നത് റിഡീം ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ 25% അതിനോട് തുല്യമല്ല എങ്കിൽ മാത്രം നമുക്ക് ബാക്കി എത്രയാണോ ഇത് തുല്യമാക്കുന്നതിന് വേണ്ടി എത്ര രൂപയാണ് നീക്കി വെക്കേണ്ടത് അത്രയും നീക്കി വെച്ചാൽ മതിയാവും. ദെൻ ഓൺലി ദ ബാലൻസ് ടു മേക്ക് 25% ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു DRR അക്കൗണ്ട്. അപ്പോൾ DRR അക്കൗണ്ടിലേക്ക് 25% നീക്കി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ DRR അക്കൗണ്ടിൽ ഓൾറെഡി 25%-ൽ കുറഞ്ഞ ഒരു തുക ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തുക ഉണ്ടെങ്കിൽ നമുക്ക് ഈ 25% ആക്കാൻ വേണ്ടി എത്ര രൂപ നീക്കി വെക്കണോ അത്രയും തുക നമ്മൾ DRRലേക്ക് നീക്കി വെച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് ഇഷ്യൂഡ് എമൗണ്ട് ഓഫ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് നമ്മൾ 1,00,000 രൂപയുടെ ഡിബഞ്ചറുകളാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കമ്പനി ഹാവ് 10,000 ഇൻ ഇറ്റ്സ് DRR അക്കൗണ്ട്. കമ്പനിയുടെ DRR അക്കൗണ്ടിൽ ഓൾറെഡി 10,000 ഉണ്ട് അല്ലേ. 1,00,000 രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ 25% ആണ് DRR അക്കൗണ്ടിലേക്ക് നീക്കി വെക്കേണ്ടത് അല്ലേ. ഓൾറെഡി 10,000 ഉണ്ട്. 1,00,000-ൻ്റെ 25% നമുക്കറിയാം 25,000 ആണല്ലേ. അപ്പോൾ 10,000 ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 15,000 കമ്പനി നീക്കി വെച്ചാൽ മതിയാവുന്നതാണ്. നോക്കുക, ഇൻ ദിസ് കേസ് ഓൺലി ദ ബാലൻസ് 15,000. 15,000 രൂപ കമ്പനി DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. കാരണം അവിടെ ഓൾറെഡി 10,000 ഉണ്ടല്ലേ. അതായത് 1,00,000-ൻ്റെ 25% നമ്മൾ കണ്ടുപിടിച്ച് 25,000. അതിൽ നിന്ന് ഓൾറെഡി ഉള്ള 10,000 കുറച്ചിട്ട് ബാക്കിയുള്ള 15,000 രൂപ നമ്മൾ DRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഔട്ട് ഓഫ് സർപ്ലസ് നമ്മൾ റിഡീം ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ജേണൽ എൻട്രികൾ നിങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നും എല്ലാം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം മാത്രം അടുത്ത ദിവസം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അതിൻ്റെ സൊല്യൂഷനുമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ജേണൽ എൻട്രികളൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഡിബഞ്ചറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ മുതലുള്ള ജേണൽ എൻട്രികൾ ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ജേണൽ എൻട്രികൾ എഴുതുമ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി നമുക്കതിൽ കാണിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്നും ഒപ്പം തന്നെ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി, DRRലേക്ക് തുക നീക്കി വയ്ക്കുന്നത്, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്നത്, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി. ഇനി ആ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.